ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ വേ പ്രോട്ടീനാണ് ഗൈസ് ഞാൻ വാങ്ങിച്ചത്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഗൈസ്. ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ, എന്നാൽ എനിക്ക് ഏറ്റവും വില കൂടിയ പ്രോട്ടീനൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഈ പ്രോട്ടീൻ്റെ പേരാണ് കേജ്ഡ് പ്രോട്ടീൻ ഐസൊലേറ്റ് എലൈറ്റ് സീരീസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് ഫിലിം സ്റ്റാറൊക്കെ യൂസ് ചെയ്യുന്നത്. ഋതിക് റോഷൻ, ടൈഗർ ഷ്രോഫ്, വിജിത് ജമാൽ, അങ്ങനെയുള്ള വലിയ സെലിബ്രിറ്റീസ്, ബോഡി ബിൽഡേഴ്സ് അവരൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ പ്രീമിയം ക്വാളിറ്റി വേ പ്രോട്ടീനാണ്. എല്ലാം ഉണ്ട്. ഒരു 25 ഗ്രാമാണ് ഇതിനകത്ത് ഒരു സ്കൂപ്പിൽ തന്നെ വരുന്ന പ്രോട്ടീൻ. പിന്നെ ഇഷ്ടം പല കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത് നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം. ഏറ്റവും ഐസൊലേറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഫാസ്റ്റ് റിക്കവറിയാണ്. സാധാ നമ്മുടെ ഒപ്റ്റി ന്യൂട്രീഷൻ്റെ ഒക്കെ വേ പ്രോട്ടീനേക്കാളും ഫാസ്റ്റാണ്. ഐസൊലേറ്റ് എന്ന് പറയുമ്പോൾ നോർമലിനേക്കാളും ഭയങ്കര ഫാസ്റ്റാണ് റിക്കവറി. അതായത് ഡാമേജ് വർക്കൗട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഇത് കുടിച്ച് കഴിയുമ്പോൾ നോർമൽ ആ വേ പ്രോട്ടീനേക്കാളും റിക്കവറിയേക്കാളും കൂടുതൽ ഫാസ്റ്റാണ്. അതുകൊണ്ട് മസിൽ ബിൽഡിങ് ഒന്നുകൂടെ ഫാസ്റ്റാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ ഈ പൗഡർ നോക്കി എന്തോ ക്വാളിറ്റിയാണെന്നറിയോ, അയ്യോ ഞെട്ടിപ്പോയി കണ്ടപ്പോൾ. പിന്നെ സ്കോപ്പും കാര്യങ്ങളൊക്കെ മേളിൽ തന്നെ കിടക്കുന്നുണ്ട്. ചിലതിൻ്റെ അടിയിലാണ് വരുന്നത്. ഇതെന്താണ് മേളിൽ തന്നെ കിടക്കുന്നുണ്ട്. കണ്ട് സ്കോപ്പിനകത്ത് കണ്ട് പൗഡറെല്ലാം സെറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അയ്യോ ഇതാണ് ഒരു ഗംഭീര സാധനമാണ് ഇത് പിന്നെ കുക്കീസിൻ്റെ ഫ്ലേവറാണ്. കുക്കീസ് മിൽക്ക് ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു. എന്തോ ആണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും മിക്കവാറും. അയ്യോ ഞാൻ കഴിച്ചിട്ടില്ല കുക്കീസിൻ്റെ ഫ്ലേവർ. ഇപ്പോൾ സ്കോപ്പ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനകത്ത് ഫില്ലായിട്ടിരിക്കുന്നുണ്ട് ഓൾറെഡി. ഗംഭീര സാധനമാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 6499 ഇതിൻ്റെ റേറ്റ്. ഒരു മാസം നിൽക്കും സാധനം. ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഇതിനകത്തൊരു ഗംഭീര ഫിസിക്ക് ബിൽഡ് ചെയ്ത് ഞാൻ എക്സ്ട്രീം ലെവൽ എൻ്റെ മാക്സിമം ഞാൻ പുഷ് ചെയ്ത് ഞാൻ കൊണ്ടുവരും. അതുകൊണ്ട് ഞാൻ തിട്ട് നോക്കാൻ പോകും ഗ്ലാസ്സിലോട്ട്. അയ്യോ പേടി വരും, താഴെ പോവാൻ. എന്താണ് കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. പിന്നെ ക്രിയാറ്റിൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 599 അത് 33 ദിവസം നിൽക്കും. ടോട്ടൽ പ്രൈസ് വരുന്നത് 7098 രണ്ടിൻ്റെയും വേ പ്രോട്ടീൻ്റെയും ക്രിയാറ്റിനും കൂടെ കൂടുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും തോന്നും ഇത്രയും വില കൂടിയത് വേണമെന്ന്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഇനി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വെള്ളത്തിലോട്ട് ഇട്ടപ്പോൾ ഇത് കണ്ടോ, അടിയിലോട്ടൊന്നും പെട്ടെന്ന് അടിഞ്ഞു പോകുന്നില്ല. പതുക്കെ പതുക്കെ സ്ലോ ആയിട്ടാണ് റിലീസാകുന്നത്. അതാണ് അതിൻ്റെ ക്വാളിറ്റി. വേ പ്രോട്ടീൻ ഇങ്ങനെയാണ്, അതായത് വെള്ളത്തിലേക്ക് അലിയേണ്ടത്. ഇതിപ്പോൾ ഫേക്ക് പ്രോട്ടീനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അടിയിലോട്ടങ്ങ് അടിഞ്ഞു പോകും. അങ്ങനെയാണെങ്കിൽ ഒട്ടും ക്വാളിറ്റി ഇല്ലെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് അടിപൊളിയാണ്. ഇതാണ്ട് ഞാൻ ഇളക്കാൻ പോവുക. ആണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇളകി വരുന്നുണ്ട്. ഇനിയും കൂടുതൽ കംപ്ലീറ്റ് ഇളകി കുക്കീസ് ഉള്ള കാരണം കംപ്ലീറ്റായിട്ട് ഇളക്കിയെടുക്കാൻ ഇച്ചിരി പാട് കാണും. അപ്പോൾ മിക്സിയിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. കുക്കീസൊക്കെ ഉണ്ട്, ആ ചോക്ലേറ്റൊക്കെ കുക്കീസാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും മിക്കവാറും. എന്തുകൊണ്ടും ലോകത്തിലെ ഏറ്റവും വില കൂടിയ പ്രോട്ടീനാണ്. അപ്പോൾ അതിൻ്റേതായ റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് എനിക്ക്. വേറൊരു കാര്യത്തിൽ എല്ലാവരോടും എനിക്ക് നന്ദി പറയാനുണ്ട്. എനിക്ക് ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അതായത് ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കാണിക്കുന്നതിന്, അതായത് പ്രോട്ടീൻ റിവ്യൂ ചെയ്ത് കാണിക്കുമ്പോൾ, അതായത് ആ മാറ്റങ്ങൾ ബോഡിയിൽ കാണിക്കുന്നതിൽ ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ ഞാൻ പൊട്ടിച്ചു അതെപ്പോഴേ നേരത്തെ തന്നെ. ഇപ്പോൾ ഇന്ത്യയിലോട്ടുള്ള കോമ്പറ്റീറ്റീവ് ആണ് ഇപ്പോൾ നടക്കുന്നത്. മലയാളത്തിൽ ആരും റിവ്യൂ ചെയ്ത് കാണിക്കുമ്പോൾ ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഞാനത് കാണിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിനാണ് മെയിനായിട്ട് ഞാൻ റിവ്യൂ ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പോൾ ഞാൻ കുടിക്കാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അടിപൊളി കുക്കീസിൻ്റെ കളറൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുടിക്കുകയാണ്. അയ്യോ എന്തോ ടേസ്റ്റാണെന്ന് അറിയാം. അതായത് ഹൈ ക്വാളിറ്റി ടേസ്റ്റ്. അതായത് സാധാ വലിച്ചു വാരി ക്വാളിറ്റി ഇല്ലാതെ മധുരം ചേർക്കുന്നൊന്നുമല്ല, എന്നാൽ മധുരമുണ്ട്, കുടിക്കാൻ പറ്റുന്നുണ്ട്. ആ രീതി ഓവറായിട്ട് മധുരമൊന്നും വലിച്ചു വാരി ചേർത്തിട്ടില്ല. ആവശ്യത്തിന് ജസ്റ്റ് ഒന്ന് കുടിക്കാൻ എന്തോ ക്വാളിറ്റിയുള്ള സാധനമാണ്. അടിപൊളി റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി ഇത് കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ. എന്തോ പൊളിയായിരുന്നെന്നറിയോ. അയ്യോ ഇനി മൊത്തം പക്ക ഡയറ്റ് ആയിരിക്കും ഇനി അങ്ങോട്ട്. സൂപ്പറായിട്ടുണ്ട്. അയ്യോ ഇനി ഈ പ്രോട്ടീൻ ആർക്കൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അഡ്വാൻസ് ലെവലിലുള്ളവർക്കും ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ളവർക്കും തുടക്കക്കാരായിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള പ്രോട്ടീൻ അല്ല ഇത്, മനസ്സിലാക്കണം.
ഇപ്പോൾ നോർമലായിട്ടിരിക്കുന്ന ഇപ്പോൾ ഇരിക്കുന്ന പ്രോട്ടീൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇരിക്കുന്ന മസിൽ മാസാണ് എൻ്റെ ഈ കാണുന്നത്. ബൈസിൻ്റെ ഒക്കെ സൈസ് ഇത്രയുണ്ട്. ഇത് ഞാൻ ബൾക്ക് ചെയ്ത് നിർത്തിയേക്കുമായിരുന്നു. 75 കിലോ ഉണ്ട് എനിക്ക്. അപ്പോൾ ഇത് കുറയ്ക്കാനൊരു കാരണം കൂടെ ഉണ്ട്, ഞാനത് വഴിയെ പറഞ്ഞു തരാം. അതുകൊണ്ട് ഇപ്പോൾ കണ്ടോ നല്ല ഹ്യൂജ് സൈസായിട്ടുണ്ട് മസിൽ മാസ്. ബൈസൊക്കെ നല്ല തെറിച്ച് നിൽക്കുന്നുണ്ട്, ഭയങ്കര എടുപ്പാണ്. അപ്പോൾ ഇത് ഫാറ്റ് കുറയ്ക്കുമ്പോൾ നോർമൽ നാച്ചുറൽ ബോഡി ആയിക്കൊണ്ട് കുറയുമ്പോൾ ഫാറ്റ് കുറയുമ്പോൾ ചെറിയ രീതിയിൽ മസിൽ മാസ് പോകും, അത് നാച്ചുറലാണ്. മറ്റേ എൻഹാൻസ് ബോഡിക്കൊക്കെയാണ് കൂടുതലായിട്ടും മസിൽ മാസ് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ നിർത്താൻ പറ്റുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ മറ്റേ ഒരു കോമ്പറ്റിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ അല്ല, ഇതൊരു സേഫായിട്ടുള്ള ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ചിലവർക്ക് ഇത് ഹെൽത്തി അല്ല. ഇതിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് സ്ട്രെച്ച് മാർക്കാണ്. അത് വെയിനൊക്കെ കണ്ടോ, എൻ്റെ നോർമൽ വെയിനാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ പ്രോട്ടീനും എൻഹാൻസ്ഡ് ബോഡിയും സെയിം അല്ല, രണ്ടും രണ്ടാണ്. സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഫുഡ് വഴി അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് കുറച്ചുകൂടെ സഹായിക്കാൻ വേണ്ടി, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്കത് ഫുഡിൽ നിന്ന് കിട്ടാത്തത് സപ്ലിമെൻറ്റ് രൂപത്തിലെടുക്കുന്നു, പൗഡർ രൂപത്തിലെടുക്കുന്നു, അത്രേ ഉള്ളൂ അതിനകത്ത്. അതല്ലാതെ വേറൊന്നും അല്ല. ഇതാണ് ക്രിയാറ്റിൻ. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യം വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ നാച്ചുറലായിട്ട് നമ്മൾ പുഷ് ചെയ്യുന്നൊരു സ്ട്രെങ്ത് ഉണ്ട്, അതിൻ്റെ ഡബിൾ എക്സ്ട്രാ വരും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. കമ്പനി പറയുന്നത് 3 ഗ്രാം എടുത്താൽ മതി എന്നാണ്, അവത്തെ കൊടുത്തിട്ടുണ്ട്. ചിലവർ 5 ഗ്രാം വരെ പോകുന്നുണ്ട്. 5 ഗ്രാം എടുക്കേണ്ടത് സത്യം പറഞ്ഞാൽ ഈ കോമ്പറ്റിറ്റീവ് ഒക്കെ കഴിഞ്ഞാൽ, മത്സരം കഴിഞ്ഞാൽ അവരുടെ മസിൽസ് എന്ന് പറഞ്ഞാൽ സൈസ് ആയിരിക്കും ഓൾറെഡി നമ്മളെക്കാളും ബിഗ് ആയിരിക്കും. അപ്പോൾ അത് ചെറിയ രീതിയിലൊന്ന് ലൂസാവും, അതായത് ഒത്തിരി അങ്ങ് വലിഞ്ഞു പോകത്തില്ല, ഒരു ചെറിയ രീതി ഒരു ഇത് വരും. അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് ഇച്ചിരി എങ്ങനെ മസിൽ മാസ് രീതി കംപ്ലീറ്റ് ആയിട്ടൊരു ഇറച്ച് നിൽക്കുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അവർക്കൊരു 5 ഗ്രാം ഒക്കെ കഴിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. സാധാരണപ്പെട്ട നമ്മളെ കൊണ്ടുള്ള ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ളവർക്ക് ഒരു 3 ഗ്രാം ഒക്കെ തന്നെ ധാരാളം. ഞാൻ 3 ഗ്രാം എടുക്കത്തേ ഉള്ളൂ, അല്ല എക്സ്ട്രാ ഒന്നും ലോഡ് ചെയ്യുകയോ പരിപാടികളോ ഒന്നും ചെയ്യത്തില്ല. ചെയ്യേണ്ടവർക്ക് ചെയ്യാം, പക്ഷേ ഞാൻ ചെയ്യത്തില്ല. നല്ല വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ വെള്ളത്തിലോട്ട് അടിയിലോട്ട് അങ്ങ് പോവും. ക്രിയാറ്റിൻ അങ്ങനെയാണ്, അടി ഡെപ്പോസിറ്റായി കിടക്കുന്നുണ്ട്. ഇത് ക്രിയാറ്റിൻ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി 1.5 കിലോ ബീഫ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം വരത്തില്ല ക്രിയാറ്റിൻ സപ്ലിമെൻറ്റിൻ്റെ. 1.5 കിലോ ബീഫ് എടുക്കുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രോട്ടീനും ഉണ്ട്, ഫാറ്റും ഉണ്ട്, ക്രിയാറ്റിനും ഉണ്ട്. അപ്പോൾ ആ ഫാറ്റാണ് പ്രശ്നം ആ ബീഫിനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബൾക്ക് ചെയ്ത് നല്ല സ്ട്രെങ്ത് മാത്രം ബിൽഡ് ചെയ്ത് ഇങ്ങനെ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ വീഡിയോ ഇരിക്കുന്ന രീതിയാണെങ്കിൽ നിങ്ങൾക്ക് ബീഫ് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അഥവാ നിങ്ങൾക്കിപ്പോൾ കൺട്രോൾ ചെയ്ത്, അതായത് ലീൻ ബോഡി ഇങ്ങനെ ഷേപ്പായിട്ട് മസിൽ വയറൊന്നും ഇല്ലാതെ കൺട്രോൾ ചെയ്ത് ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കൊരു ബെഞ്ച് പ്രസ്സൊക്കെ ഹെവി ലിഫ്റ്റും ചെയ്യാനും ഇരുന്നുകൊണ്ടുള്ള വിൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഹെവി ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൾക്ക് ചെയ്യുന്ന ബോഡി തന്നെ ആയിരിക്കും നല്ലത്. രണ്ടും 2 ഗോളാണ്. മാസ് ഗെയിനർ വേറെ, വേ പ്രോട്ടീൻ വേറെ, രണ്ടും നല്ലതാണ്. പക്ഷേ ബ്രാൻഡ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ യഥാർത്ഥ വില നോക്കി മാത്രം വാങ്ങിക്കുക. പലരും ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് കുറഞ്ഞ വിലക്കൊക്കെ തരാൻ നോക്കും, ഒരിക്കലും അത് വാങ്ങിക്കില്ല, പണി കിട്ടും. ഓരോ പ്ലസ് സപ്ലിമെൻറ്റ് വിൽക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ വില, കൊടുക്കുന്ന വില ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടും ഓരോ അറിയപ്പെട്ട ബ്രാൻഡ് മാത്രം ആദ്യമേ ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. ആദ്യമൊക്കെ വാങ്ങിച്ച് ചെറിയ ബ്രാൻഡിൽ നിന്ന് തുടങ്ങണം, അല്ലാതെ ഡയറക്റ്റ് കയറി ഹെവി ബ്രാൻഡൊന്നും യൂസ് ചെയ്യല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തുടക്കത്തിലെ അസെറ്റീസ് എന്ന് പറഞ്ഞൊരു പ്രോട്ടീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് തുടക്കത്തിൽ. അതിൻ്റെ ഞാൻ റിവ്യൂ ഓൾറെഡി ഞാൻ ചാനൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ട്രാൻസ്ഫോർമേഷൻ ബോഡി ചെയ്യുന്നതായിട്ടൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ അത് നല്ല സാധനമാണ്, തുടക്കത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് തുടക്കക്കാർക്ക്, ആദ്യമായിട്ട് പ്രോട്ടീൻ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി. പിന്നെ രണ്ടാമതൊരു പ്രോട്ടീൻ ബ്രാൻഡുണ്ട്, അതെല്ലാവർക്കും അറിയാം ബ്രാൻഡ്, പക്ഷേ ഞാൻ എൻ്റെ റിവ്യൂ ചെയ്തില്ല. അതിനും ചെയ്യാം. നിങ്ങൾ കൂടുതലായിട്ട് അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ കാണിച്ചു തരാം. ഇനി എല്ലാവരും വിചാരിക്കുന്ന ഒരു ബോഡിയാണ് 6 പാക്കും 8 പാക്കും ഒക്കെ കാണണം, എന്നാൽ മസിൽ മാസ് നല്ല ഹെവി ആയിട്ട് നിൽക്കുകയും ചെയ്യണം. എല്ലാം വേണം, ഒരുമിച്ച് വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് പോസിബിൾ അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നാച്ചുറലായിട്ടൊരു ഒരാൾക്ക് അങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല.
കുറച്ചെങ്കിലും ആ രീതി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ക്രിയാറ്റിനേ പറ്റത്തുള്ളൂ. ക്രിയാറ്റിൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് രീതി മസിൽ മാസ് അത്രയും ബിൽഡ് ചെയ്യാൻ പറ്റും. അത് ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്ന അത് നിർത്തി കഴിയുമ്പോൾ അത് തിരിച്ചിറങ്ങും. ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ യഥാർത്ഥ ഫിസിക്കിലേക്ക് ഇട്ട് വരാൻ പറ്റും. ക്രിയാറ്റിൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയെ കൊണ്ട് നമ്മുടെ ഏറ്റവും മാക്സിമം ബെസ്റ്റാക്കി നമ്മളെ എടുക്കാൻ പറ്റും. ഇപ്പം നാച്ചുറലായിട്ടൊരു മാക്സിമം ഇത്ര അളവ് മാത്രമേ പുഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്രിയാറ്റിൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ സ്റ്റോർ ചെയ്യും, അതായത് വാട്ടർ സ്റ്റോർ ചെയ്യുക, മസിൽസ് ബിഗ്ഗറായി കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പുഷ് ചെയ്യാൻ പറ്റും. ഇനി ഞാനിതാണ് വണ്ണം കുറയ്ക്കാനുള്ള കാരണം. ലെഗ് വീക്കാണ്, ബാക്കിയുള്ള എല്ലാം ഹ്യൂജ് സൈസാണ്. 75 കിലോ ആണ്. അപ്പോൾ ആ ലെഗ് ഇത്രയും വീക്കായിട്ടുണ്ടെങ്കിൽ പണി കിട്ടും, ഇഞ്ചറി പറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് വണ്ണം കുറച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കുറയ്ക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ ക്വാളിറ്റിയുള്ള സാധനം, ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സംഭവം രണ്ടും. ഏറ്റവും നല്ല വേ പ്രോട്ടീനും ക്രിയാറ്റിനും, ഏറ്റവും നല്ല ക്രിയാറ്റിനും രണ്ടും കൂടെ യൂസ് ചെയ്യുമ്പോൾ ഗംഭീര ഫിസിക്കായിരിക്കും ബിൽഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ 6 പാക്ക് ഒന്നും തെളിഞ്ഞ രീതി കാണിക്കുന്ന രീതിയിലുള്ള അത്രയും ട്രാൻസ്ഫോർമേഷൻ ഒന്നും ചെയ്യുന്നില്ല. ഇതൊരു ഫാസ്റ്റ് ട്രാൻസ്ഫോർമേഷനാണ് 1 മാസം കൊണ്ട്. അപ്പോൾ 1 മാസം കൊണ്ട് ഞാൻ അത്യാവശ്യം എനിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫിസിക്കാണ് ഞാൻ ബിൽഡ് ചെയ്തെടുക്കാൻ നോക്കുന്നത്. ഇതാണ് എൻ്റെ രാത്രിയിലത്തെ ഫുഡ്. വെള്ളക്കടലയുണ്ട്, സവാളയുണ്ട്, ക്യാരറ്റുണ്ട്, കുക്കുംബറുണ്ട്, എല്ലാം അത്യാവശ്യം സാധനങ്ങളുള്ള വെജിറ്റബിൾ എല്ലാം ഉണ്ട്. സാധനം സെറ്റാക്കി തണിങ്ങനെ അങ്ങോട്ട്. മസാലയൊന്നും ചേർക്കില്ല കുറേയായിട്ടൊന്നും. ചെറിയ രീതിയിൽ കുരുമുളകൊക്കെ ചേർക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. മസാല കുറയ്ക്കണം. നമ്മൾ മലയാളികളൊക്കെ മസാലയ്ക്കകത്തൊക്കെ കയറി മറിയുമല്ലേ. അപ്പോൾ ഇത് മഞ്ഞപ്പൊടിയും കുരുമുളകും ഇട്ട് ജസ്റ്റ് ചിക്കൻ വറുത്തെടുത്തു. ഓയിലൊന്നും ചേർത്തിട്ടില്ല, ആ ചിക്കനെ നിറങ്ങിയ മാത്രമേ ഉള്ളൂ ആ പാടെ. ഈ രീതിയിലാണ് ഉണ്ടാക്കേണ്ടത്. ഇതാ ഹെൽത്തി ഫുഡ്. പിന്നെ ടേസ്റ്റൊന്നുമില്ല. നിങ്ങൾക്കിത് കഴിച്ച് ശീലമായി കഴിയുമ്പോൾ നിങ്ങൾക്കൊന്നും ഫീൽ ചെയ്യത്തില്ല വലുതായിട്ട്. ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കഴിക്കാൻ വേറൊരാൾ 2 പേരുണ്ട്, പിങ്കിയും ബക്കറും ഉണ്ട്. അതുകൊണ്ട് നോക്കി നിൽക്കുന്നു. അയ്യോ, ഇതിപ്പോൾ അടുത്ത ദിവസത്തെ രാത്രിയിലത്തെ ഫുഡാണിത്. ചിക്കനും കുക്കുംബറും. ഓരോ ദിവസവും ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അല്ലാതെ സെയിമായിട്ടല്ല പോകുന്നത്. സെയിമായിട്ടായാൽ മടുക്കും. ആ പടം മടുക്കാത്ത സാധനം ചിക്കനും, പിന്നെ ചില കാര്യങ്ങൾ മാത്രം ഞാൻ മടുക്കത്തില്ല. മടുക്കാത്ത കാര്യങ്ങളാണ് മെയിനായിട്ട് ഡയറ്റ് ഉൾപ്പെടുത്തേണ്ടത്. അല്ലേ പിന്നെ നിങ്ങൾ മടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇട്ടേച്ച് ഡയറ്റ് നോക്കാതെ പോകും. മെയിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഡയറ്റ് ഉൾപ്പെടുത്തുക, പക്ഷേ ഹെൽത്തി ആയിരിക്കണം. ഇതാണ് മധുരം കഴിക്കാൻ എല്ലാവർക്കും ടെൻഡൻസി തോന്നുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കണം. അതായത് ചക്ക, നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന മധുരം കഴിക്കാൻ പാടില്ല. അതല്ല ഫ്രൂട്ട് വഴിയുള്ള മധുരം നിങ്ങൾക്ക് കഴിക്കാം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അയ്യോ, പേരയ്ക്കയുണ്ട്, ആ സപ്പോട്ടയുണ്ട്. ഈ സപ്പോട്ടയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മധുരം എന്ന് പറഞ്ഞാൽ 1.5 മധുരമാണ്. പക്ഷെ നമുക്ക് കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. എക്സ്ട്രാ ആഡ് ചെയ്യുന്ന പോലെ മധുരമല്ല, ഇത് നല്ല മധുരമാണ്. ഫൈബർ അടങ്ങിയാണ്, നല്ലപോലെ ഫൈബറുണ്ട് ഈ സപ്പോട്ട. പിന്നെ ഇതിൻ്റെ കുറേ ശല്യമുണ്ട്. ഇതിൽ രാത്രി വന്ന് കഴിക്കുന്നത് വവ്വാൽ കുറേ വന്നിട്ട് തിന്നിട്ടുണ്ട്. അയ്യോ, അതിനിപ്പുറം അല്ലാതെ ബാക്കിയുള്ളതും കൂടെ പറിക്കണം. ഇന്നോ ടേസ്റ്റാണെന്നറിയോ. ഫൈബർ എന്ന് പറഞ്ഞാൽ 1.5 അതിനകത്ത്. ഫൈബറും ഉണ്ട്, മധുരവും ഉണ്ട്. ഒത്തിരി മധുരം കഴിക്കാനുള്ള കൊതി വരുമ്പോൾ ഇതെടുത്ത് അങ്ങോട്ട് ഒരെണ്ണം കഴിക്കും. പിന്നെ 1 മാസം കൊണ്ടുള്ള ഈ ട്രാൻസ്ഫോർമേഷൻ ഹെൽത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽത്തി അല്ല. ഇത് ചിലവർക്കൊക്കെ ഭയങ്കര പ്രശ്നം വരും. ചിലവർക്ക് തലകറക്കോ എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ വരും. അതുകൊണ്ട് നിങ്ങൾക്ക് പൊതുവേ നിങ്ങൾ ചെയ്തിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. ചെയ്ത് ശീലമുള്ളവരാണെങ്കിൽ. പുതിയതായിട്ടാണെങ്കിൽ ഇത് ശ്രദ്ധിക്കണം. പിന്നെ ഈ കുരുവുണ്ട്, ഈ കുരു കഴിക്കല്ലേ. കുരു കഴിച്ചാൽ തൊലയും ചത്തുപോകും. കുരു കഴിക്കാൻ പാടില്ല. ഇതിൻ്റെ അതാണ് ഞാൻ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ടേസ്റ്റ്. അയ്യോ, 1.5 മധുരം. അയ്യോ, ഇതാണ് ഞാൻ വർക്കൗട്ടൊക്കെ. ഇത് ഹോം വർക്കൗട്ട്, 2 വർക്കൗട്ടുണ്ട്. അതായത് ജിമ്മിലും ചെയ്യുന്നുണ്ട്, വീട്ടിലും ചെയ്യുന്നുണ്ട്. രണ്ടും കൂടെയാണ്. രണ്ടിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. അതായത് വലിയ മസിൽ മാസും അല്ല, എന്നാൽ തീരെ മെലിഞ്ഞും പോകുന്നില്ല, എന്നാൽ മീഡിയം ലെവൽ ഫിസിക്കായിരിക്കും ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്വന്തം ബോഡി വെയ്റ്റ് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും പവർഫുൾ. അതാണ് നിങ്ങളുടെ കപ്പാസിറ്റി, അതാണ് മെയിൻ. പിന്നെ മെഷീൻ ജിമ്മിലൊക്കെ ചെയ്യുവാണെങ്കിൽ തന്നെ അത് കൺട്രോൾ ചെയ്യുന്ന വെയിറ്റാണ് ഏറ്റവും നല്ല സേഫ്. അല്ല കൺട്രോൾ ചെയ്യാത്ത വെയിറ്റുമൊക്കെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഫിസിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല.
ഫിസിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമോയെന്ന് വെച്ചാൽ ലീൻ ബോഡിക്ക് എപ്പോഴും അങ്ങനെയാണ് ചെയ്യേണ്ട രീതി. അതായത് മെഷീനൊക്കെ വെയിറ്റ് കുറച്ചിട്ട് ചെയ്യുക, നമ്പർ കൂട്ടി ചെയ്യുക. അല്ലാതെ ഈ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് എടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ബോഡി വെയ്റ്റ് ട്രെയിനിങ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. അപ്പോൾ നല്ല ഹെവി കാലറി ഒക്കെ കുറഞ്ഞ് നിങ്ങൾ ഒരു ലീൻ ബോഡിയും മാസ്സാവും. മറ്റേ സൈസുള്ള മാസമാണെങ്കിൽ നിങ്ങൾ വരുത്തേണ്ടതെങ്കിൽ നിങ്ങൾ വെയിറ്റ് കൂട്ടി പോകണം ജിമ്മിലൊക്കെ. രണ്ടും രണ്ട് ഗോളാണ്, സെയിം അല്ല. നോർമൽ മലയാളികളൊന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതുപോലൊന്നും പറഞ്ഞു തരത്തില്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ തൂങ്ങിയിട്ട് പിടിച്ച് പോവാണ്. ഇത് ചെയ്യുന്നത് കൊണ്ട് ഗുണമെന്ന് വെച്ചാൽ ഹൈ കാലറിയാണ് നമ്മുടെ ദേഹത്തുനിന്ന് കുറയുന്നത്. പക്ഷേ ഇതിനകത്ത് പ്രശ്നമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇടത് കൈ വീക്കാണ്, അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇതൊരു നാച്ചുറൽ ഫിസിക്കുള്ള ഒരാൾ സപ്ലിമെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ വരുന്ന ചേഞ്ചസൊക്കെ മാത്രമേ നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അല്ലാതെ വലിയ അൺനാച്ചുറലായിട്ടൊന്നും ഫീൽ ചെയ്യാൻ പോകുന്നില്ല. ക്രിയാറ്റിൻ യൂസ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് മസിൽ മാസ് കൂടെ നിൽക്കും, അത്രേ ഉള്ളൂ. ഇനി തുടക്കക്കാരായിട്ടുള്ള ഒരു വീഡിയോ കാണുമ്പോൾ ഒരു സംശയം കാണും, ഇതൊക്കെ യൂസ് ചെയ്യണോ എന്ന്. നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് നിങ്ങൾക്ക് എത്രയും പുഷ് ചെയ്യാൻ പറ്റും, ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കപ്പാസിറ്റി അളക്കണം. അതിന് ബോഡി വെയ്റ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യണം. അപ്പോൾ അത് മനസ്സിലാക്കിയെടുത്ത് അത് കംപ്ലീറ്റ് ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് മാത്രം സപ്ലിമെൻറ്റിനെ പറ്റി ചിന്തിച്ചാൽ മതി. ഞാനത് കംപ്ലീറ്റ് ആയിട്ട് നാച്ചുറലായിട്ട് അത്യാവശ്യം ബിൽഡ് ചെയ്യാമെന്ന് അത്രയും ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ഞാൻ സപ്ലിമെൻറ്റ് യൂസ് ചെയ്തത്. പിന്നെ മെയിനായിട്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് ലെവലിലായിട്ട്, അതായത് തുടക്കക്കാരനല്ല, അതിൻ്റെ അത്യാവശ്യം നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ബിൽഡ് ചെയ്യാവുന്ന അത്രയും ബിൽഡ് ചെയ്തിട്ട് ജിമ്മിൽ നിൽക്കുവാണെങ്കിൽ തുടക്കക്കാരനാകുമ്പോൾ ട്രെയിനറൊക്കെ പല രീതിയിലും സഹായിക്കും. പിന്നെ സഹായിക്കുമെന്ന് ചോദിച്ചാൽ വലിയ രീതിയിൽ സഹായിക്കത്തില്ല. നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്യണം. അപ്പോഴാണ് ഈ ഇൻ്റർമീഡിയറ്റ് ലെവലിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഫുഡൊക്കെ കൂട്ടിയെടുക്കണം, അതായത് പ്രോട്ടീൻ്റെ അളവ് കൂട്ടണം. ഇപ്പോൾ തുടക്കക്കാരനാകുമ്പോൾ ഇത്തരം പ്രോട്ടീൻ്റെ അളവ് മതി. ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ലെവലിലാകുമ്പോൾ ഇച്ചിരി കൂട്ടണം. അഡ്വാൻസ് ലെവലിലാകുമ്പോൾ ഇച്ചിരി ഹൈ ആക്കണം അവർക്ക്. പല രീതിയാണ്. പിന്നെ ക്രിയാറ്റിൻ യൂസ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വേറൊരാളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നോർമൽ ഒരാളുടെ വർക്കൗട്ട് രീതി എന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട മെഷീൻസ് മാത്രം ഏറ്റവും കൂടുതൽ ചെയ്യും. ബാക്കിയുള്ള ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും അത് സ്കിപ്പ് ചെയ്യുകയോ അല്ലെ നമ്മളത് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഏറ്റവും നല്ല എനർജിയോടെ ജിമ്മിൽ ചെല്ലുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട മാത്രമേ നമ്മൾ ഹെവി ആയിട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഫിസിക്ക് ബിൽഡ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അങ്ങനെ ആകുമ്പോഴാണ് ക്രിയാറ്റിൻ ചെല്ലുന്നത്. ക്രിയാറ്റിൻ എടുത്തു കഴിയുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഫുൾ എനർജി നമ്മൾ ഓണായി നിൽക്കും. എല്ലാ വർക്കൗട്ടും ഒരേപോലെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഫിസിക്ക് ബിൽഡ് ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. അതായത് നമ്മൾ നോർമലായിട്ട് നമ്മളൊരു ചെയ്യുമ്പോൾ അളവിനേക്കാളും കൂടുതൽ ഇരട്ടിയാകും. അപ്പോൾ ഇരട്ടിയാകുമ്പോൾ ഇത് ഹെവി ട്രെയിനിങ് ആണ് സത്യം പറഞ്ഞത്. പിന്നെ ക്രിയാറ്റിൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഹെവി വേറെ എന്തെങ്കിലും ജോലിക്കോ ഒക്കെ പോയിട്ട് റെസ്റ്റും കൊടുക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഈ ക്രിയാറ്റിനെ കഴിച്ചു കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കും നല്ല രീതിയിൽ. ഇത് റെസ്റ്റും കൊടുക്കണം, നല്ല രീതിയിൽ റെസ്റ്റ് കൊടുക്കണം. നമ്മൾ പഴയ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇതിന് നല്ല രീതിയിൽ റെസ്റ്റ് കൊടുക്കണം. മെയിനായിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ നല്ല ജെനറ്റിക്സ് വേണം. എനിക്ക് പിന്നെ അച്ഛൻ്റെ നല്ല ജെനറ്റിക്സ് കിട്ടിയിട്ടുണ്ട്. അച്ഛൻ എന്നെക്കാളും നല്ല രീതിയിൽ മസിൽ മാസ് ഉണ്ടായിരുന്നു. അത് ജിമ്മിൽ പോയി നല്ല രീതിയിൽ ബിൽഡ് ചെയ്തതാണ്. ഞാൻ ഹോം വർക്കൗട്ടൊക്കെ നേരത്തെ തൊട്ടേ ചെയ്യുമായിരുന്നു. 4ാം ക്ലാസ് തൊട്ട്. 4ാം ക്ലാസ്സിലൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അത്രയും നല്ല ഇതില്ലായിരുന്നു, എന്നാലും അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിള്ളേർ. പിന്നെ ഒരു 7 ആയപ്പോൾ അത്യാവശ്യം വന്നു, ബോഡി വന്നു, ബൈസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ട്രൈസൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 8ാം ക്ലാസ് ആയപ്പോൾ അത്യാവശ്യം ഫിസിക്കെല്ലാം ഒരു ബിൽഡായി. പിന്നെ ഒരു 9ാം ക്ലാസ് ആയപ്പോൾ ആദ്യമായിട്ട് വിൻസ് മസിൽ പാർട്ട് വന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ ഇതാണ് ബെൻഡെന്ന് പറഞ്ഞൊരു സംഭവം. ഇതെങ്ങനെയെന്ന് വെച്ചാൽ പുഷപ്പ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ഹൈ കാലറി ബേൺ ആയിക്കോളും. ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. നമ്മുടെ നമ്മുടെ പവർ കൂട്ടും, നമ്മുടെ ബോഡിയുടെ കപ്പാസിറ്റി നമ്മളെ കൺട്രോളിലാക്കും, നമ്മുടെ കപ്പാസിറ്റി. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ കൂടിയ സാധനം. 10ാം ക്ലാസ്സിലായപ്പോഴാണ് ഷോൾഡറൊക്കെ നല്ല രീതിയിൽ വന്നത്. അപ്പോൾ ബേസിക് ഒരു മസിൽ മാസൊക്കെ വന്നായിരുന്നു. പിന്നെ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴാണ്, അങ്ങനെ +1 ഞാൻ അതുപോലെ കണ്ടിന്യൂ ചെയ്തു പോയി. പിന്നാണ് മനസ്സിലാക്കി ലെഗ് തന്നെ നല്ല രീതിയിൽ വീക്കാണെന്ന്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഭയങ്കര ഒരു പ്രശ്നമാണിത്. പിന്നെ ബിൽഡ് ചെയ്യുമ്പോൾ ഇഞ്ചറിയിലേക്കൊക്കെ വരും.
അപ്പോൾ എങ്ങനെയും ലെഗ് ബിൽഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അത് പിന്നെ ജിമ്മിലേ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലായി. നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് എല്ലാ മസിലിനെയും ടാർഗറ്റ് ചെയ്ത് മിക്ക ജിമ്മിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ എല്ലാ മസിലിനെയും ടാർഗറ്റ് ചെയ്ത് സൈസാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഹോം വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത്ര മസിലിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ലീൻ ബോഡി ആയിരിക്കും കൂടുതലായിട്ടും ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. ഒരു മസിൽ മാസൊക്കെ ബിൽഡ് ചെയ്യുന്ന നല്ല ഹെവി സൈസ് എടുപ്പ് കിട്ടണമെങ്കിൽ ജിമ്മിൽ തന്നെ പോകണം. അല്ലാതെ ഇങ്ങനെ ബിൽഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഡ്രസ്സ് ഊരി കാണിക്കേണ്ടി വരും ഫിസിക്ക്. ഇന്ത്യക്ക് വെളിയിലൊക്കെ അതൊക്കെ നാച്ചുറലാണ്, അതെല്ലാം സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യം. ഇവിടെ ഇപ്പോൾ മൂടി പിടിച്ചെല്ലാം കൂടെ കാണിക്കാതാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇവർക്ക് ഷോ കാണിക്കണമെന്നുണ്ടെങ്കിൽ ജിമ്മിൽ തന്നെ പോവുക. ബൈസ്, ട്രൈസ്, ഫിൻസ് എല്ലാം സെപ്പറേറ്റുള്ള മെഷീൻസ് എല്ലാം അടിച്ച് ഓരോ മസിലിൻ്റെ ഓരോ പാർട്ടിനെയും സൈസാക്കി എടുക്കുമ്പോൾ നല്ല ഹെവി സൈസായിട്ട് കംപ്ലീറ്റ് ഒരു ഫിസിക്ക് വരും. അത് നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല എടുപ്പാണ്. പിന്നെ ജിമ്മാകുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ വില കുറഞ്ഞ ഡ്രസ്സാണെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു എടുപ്പ് കിട്ടും. അതാണ് ജിമ്മിൻ്റെ ഗുണം. പിന്നെ നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് മസിൽ സാധാരണ ആൾക്കാരെക്കാളും വീക്കായിട്ടുള്ള മസിൽസിനേക്കാളും നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ മൊത്തത്തിൽ പിന്നെ ഹെൽത്തി ഫുഡൊക്കെ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അത് കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ആ ചേഞ്ച് മനസ്സിലാകാൻ പറ്റും. എൻ്റെ ഈ വീഡിയോയിൽ തന്നെ എനിക്ക് ആദ്യം ഓയിലൊക്കെ കഴിക്കുന്നതായിരുന്നു. അപ്പോൾ ജങ്ക് ഫുഡൊക്കെ കഴിക്കുമായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഫുഡൊക്കെ വെളിയിൽ നിന്നുള്ള കഴിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് എന്തുവാണെങ്കിലും അത് ഓവറാകുമ്പോൾ എനിക്കത് മനസ്സിലാവും, ബോഡി അത് വീക്കാകുന്നു അത് കഴിച്ച്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യും. അപ്പോൾ ഇത് മാറ്റം വരുന്നത് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ബോഡി ഇങ്ങനെ മലയാളികളൊന്നും ചെയ്ത് കാണിക്കുന്നില്ല ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് റിവ്യൂ മാത്രമേ. ഞാനൊരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനാണ് കാണിച്ചു തരുന്നത്. അതിൻ്റെ ചേഞ്ച് ഇത് രണ്ടും യൂസ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ചേഞ്ച് അപ്പോൾ നല്ല രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഒരാഴ്ച ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. 75 കിലോയിൽ നിന്ന് 60 ആക്കാനുള്ള ശ്രമമാണ്. ഞാൻ 59 വെയിറ്റ്. 60 കിലോയിൽ താഴെ പോയായിരുന്നു. ഇതിപ്പോൾ എനിക്കൊരു ആദ്യത്തെ ആഴ്ച നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ആഴ്ച തൊട്ട് എനിക്കൊരു കുറയ്ക്കുക എന്നുള്ളൊരു മൈൻഡായി. അതായത് എനിക്ക് കുറയ്ക്കുക എന്നുള്ള ഫീലായി. എന്നുവെച്ചാൽ അതുപോലെ കാലറി ബേൺ ആയിരുന്നു. ഒരാഴ്ച കൊണ്ട് ഞാൻ ബേൺ ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് ടൈമെന്ന് പറഞ്ഞാൽ 30 വയസ്സ് വരെ പറ്റത്തുള്ളൂ നാച്ചുറലായിട്ട് മസിൽ ബിൽഡ് ചെയ്യാൻ. പിന്നെ അത് ബിൽഡ് ചെയ്ത മസിലിനെ അതായത് പെട്ടെന്ന് പോകാതെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനേ പറ്റത്തുള്ളൂ. ബാക്കി 30 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ബിൽഡ് ചെയ്യുന്ന കോമ്പറ്റേറ്റീവ് ആൾക്കാരൊന്നും നാച്ചുറലല്ല, എൻഹാൻസ്ഡ് ബോഡിയാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാവൂ. അതായത് 30 വയസ്സുള്ള ഒരാൾ ജിമ്മിൽ പോയി കിടന്ന് 25 വയസ്സുള്ള ഒരുത്തനെ മസിൽ മാസ് വെച്ച് ടാർഗറ്റ് ചെയ്ത് കോമ്പറ്റേറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇഞ്ചറി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഇത് നാച്ചുറലായിട്ട് ഒരു സമയം വരെ പറ്റത്തുള്ളൂ, 30 വയസ്സ് വരെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ബിൽഡ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ബിൽഡ് ചെയ്തെടുത്തോ. ഷോ കാണിക്കണമെങ്കിൽ ഇപ്പോഴേ പറ്റത്തുള്ളൂ, പിന്നെ പറ്റിയെന്ന് വരത്തില്ല നാച്ചുറലായിട്ട്. അപ്പോൾ ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്യണം നമ്മൾ, എന്നാലേ ശരിയാത്തുള്ളൂ. നിങ്ങൾ ഒട്ടും നല്ല ഫിസിക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം നാച്ചുറലായിട്ടൊരു മാക്സിമം ഫിസിക്ക് ബിൽഡ് ചെയ്തെടുക്കണം, എന്നിട്ട് പ്രോട്ടീനിലേക്കൊക്കെ തിരിയാവൂ. അപ്പോൾ എന്താണ് ഞാൻ നാച്ചുറൽ ഏകദേശം ഞാൻ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രോട്ടീനൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരു മടിയന്മാരാണോ എന്നൊരു ചോദ്യമുണ്ട് പൊതുവേ ഉള്ളത്. ആണോ എന്ന് ചോദിച്ചാൽ ആണ്. അതെന്തുകൊണ്ടാണ് ആകുന്നതെന്ന് വെച്ചാൽ ആയാലേ കാര്യങ്ങളുള്ളൂ നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഹെവിയിൽ ജോലിയും ചെയ്യുക, എന്നാൽ വർക്കൗട്ടും ചെയ്യുക, എന്നിട്ട് നല്ല രീതിയിൽ മസിൽ മാസ് വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ഇതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യണം. മാക്സിമം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു പമ്പിങ് ഉണ്ട്. ആ പമ്പായി കഴിയുമ്പോൾ ഒരു സൈസ് ഉണ്ട്. ആ സമയത്തല്ല നമ്മുടെ ബോഡി ബിൽഡാകുന്നത്. നമ്മൾ ബ്രേക്ക് ആവുക, അതായത് ഡാമേജ് പറ്റുക ഓരോ മസിൽ ഗ്രൂപ്പിനും. അപ്പോൾ നമ്മൾ വീട്ടിൽ വരിക, പിന്നെ പ്രോട്ടീൻ കഴിച്ച് അതിനെ റിപ്പയർ ആക്കി എടുക്കുക. പിന്നെ റെസ്റ്റ് കൊടുക്കണം നല്ല രീതിയിൽ. പിന്നെ ഉറക്കം 10 മണിക്കും കിടന്ന് ഉറങ്ങാൻ നോക്കണം. ഞാനൊന്നും 10 മണിക്ക് കിടന്ന് നേരത്തെ ഉറങ്ങത്തില്ലായിരുന്നു, നിങ്ങളെപ്പോലൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഈ ട്രാൻസ്ഫോർമേഷൻ ആയപ്പോൾ 10 മണിക്ക് കിടക്കാൻ തുടങ്ങി. ഉറക്കം പിന്നെ ആ ഒരു ഉറക്കത്തിൻ്റെ രീതിയിലൊക്കെ ആക്കി മാറ്റി ഞാൻ, എന്നാലേ റിസൾട്ടുള്ളൂ. ഉറക്കം മെയിനാണ്. ബോഡി നാച്ചുറലായിട്ട് ബിൽഡ് ചെയ്യണമെങ്കിൽ തന്നെ 100% ജെനറ്റിക്സ് ആണ് മെയിൻ.
അത് കഴിഞ്ഞ് ഡയറ്റാണ് 100% നിങ്ങളെ അത് മസിൽ വിസിബിളാക്കി കാണിക്കാൻ സഹായിക്കുന്നത്. പിന്നാണ് 50%മേ ഉള്ളൂ വർക്കൗട്ട്. നാച്ചുറലായിട്ട് ബിൽഡ് ചെയ്യണമെങ്കിൽ 50% തന്നെ ധാരാളം, അത് മതി. അല്ലാതെ ഹെവി ലിഫ്റ്റ് 100% നിങ്ങൾ വർക്കൗട്ടിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ റെസ്റ്റും കൊടുക്കാൻ പറ്റണം, അതുപോലെ പ്രോട്ടീനും അളവ് കൂട്ടി കൊടുക്കാൻ പറ്റണം. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇരട്ടി ഫിസിക്കിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. അല്ലെ നെഗറ്റീവായിട്ട് ബാധിക്കും. അത് മനസ്സിലാക്കിയെടുക്കണം. പിന്നെ നിങ്ങൾക്കൊരു നല്ല ട്രെയിനറിനെ ഒപ്പിക്കണമെങ്കിൽ തന്നെ 30,000 രൂപയാണ് ഒരു ട്രെയിനറിൻ്റെ റേറ്റ്. അതായത് പേഴ്സണൽ ട്രെയിനർ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിക്കണമെങ്കിൽ 30,000 രൂപ. പിന്നെ നമ്മുടെ ഇവിടെ ഒന്നും അത്രയും നല്ല ട്രെയിനറെ കിട്ടിയെന്ന് വരത്തില്ല. അതൊക്കെ ഇന്ത്യക്ക് വെളിയിലൊക്കെ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മൂവ് ഓൺ ചെയ്യണം. മെയിനായിട്ട് ഇഞ്ചുറി പറ്റാതെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അതാണ് നിങ്ങളുടെ മൈൻഡ് വേണ്ടത്. അതായത് ചെറിയ ഇഞ്ചുറിയൊക്കെ ഉണ്ടാവും, നാച്ചുറലാണ്. പക്ഷേ വലിയ ഇഞ്ചുറി വരാതിരിക്കാൻ നോക്കണം. പിന്നെ അടിയും കാര്യങ്ങളൊക്കെ നിർത്തണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ക്രിയാറ്റിൻ യൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഹെവി ആയിട്ട് അടിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് പോവും, മൊത്തം കുളമാവും മൊത്തം. പിന്നെ സ്ഥിരമായി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് വെച്ചാൽ ക്രിയാറ്റിൻ ആകുമ്പോൾ ഹെവി വർക്കൗട്ടും ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ ആയിക്കഴിയുമ്പോൾ നമുക്ക് ഓവറായി പോവും, ബോഡിക്ക് അതുപോലെ ഇത് സ്ട്രെസ്സായി പോവും, പണി കിട്ടും അങ്ങനെ. അപ്പോൾ അതാ നോർമലായിട്ട് ഞാൻ 5 വട്ടമൊക്കെ 6 തവണയൊക്കെ പോകാറുണ്ട്. പക്ഷേ ഈ ക്രിയാറ്റിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവലായിട്ട് പോകാൻ പറ്റും. പക്ഷെ അത് ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കഴിവതും ക്രിയാറ്റിൻ യൂസ് ചെയ്യുമ്പോൾ ചെയ്യാതിരിക്കുന്നതിനാണ് നല്ലത്. പിന്നെ ടെസ്റ്റോസ്റ്റെറോൺ ഹൈ ലെവലായി കഴിയുമ്പോഴാണ് നമ്മുടെ ആ ദേഹത്തെ ഉള്ള രോമമെല്ലാം നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നത്. എനിക്കിപ്പോൾ ഓൾറെഡി അത്യാവശ്യം ഉണ്ട് നാച്ചുറലായിട്ട്. അപ്പോൾ ഇതും കൂടെ കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഹെവി ആയിട്ട് വർക്കൗട്ട് ക്രിയാറ്റിൻ യൂസ് ചെയ്യുമ്പോൾ ബോഡി തന്നെ ടെസ്റ്റോസ്റ്റെറോൺ ഇൻക്രീസ് ആയിക്കോളും. സേഫാണ്. മറ്റേതാണ് എക്സ്ട്രാ അഡീഷണലായിട്ട് കുത്തിക്കയറ്റുന്നതാണ് പണി കിട്ടുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സേഫായിട്ടുള്ള രീതിയാണ്. നമ്മുടെ ബെസ്റ്റ് വേർഷൻ ആക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പം തന്നെ നല്ല ഫോം ആയിട്ടുണ്ട് താൻ. അയ്യോ, ട്രാപ്സൊക്കെ താണ്ട് തെറിച്ച് വരുന്നു. അയ്യോ. പിന്നെ ദയവ് ചെയ്ത് നിങ്ങൾ നാച്ചുറൽ അല്ലാത്തവരെ ഒന്നും വെച്ച് കമ്പയർ ചെയ്ത് നോക്കല്ലേ. ഇതിപ്പോൾ നാച്ചുറൽ ബോഡി ബിൽഡ് ചെയ്ത് ഞാൻ കംപ്ലീറ്റ് ആക്കി, എന്നിട്ട് അത് കഴിഞ്ഞ് സപ്ലിമെൻറ്റ് യൂസ് ചെയ്തപ്പോൾ വന്ന മാറ്റങ്ങൾ അത്രേ ഉള്ളൂ. അതിനകത്ത് സപ്ലിമെൻറ്റ് നിർത്തി കഴിയുമ്പോൾ പഴയ സ്റ്റേജിലോട്ട് വരും, അത്രേ ഉള്ളൂ. അതിനകത്ത് വലിയ സ്പെഷ്യലൊന്നുമില്ല, വലിയ മാറ്റങ്ങളൊന്നുമില്ല. എന്നുവെച്ചാൽ അന്നേരം ഒന്ന് യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു മാറ്റം വരും, അത്രേ ഉള്ളൂ സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ. അല്ല വലിയ മാന്ത്രിക പൊടിയും കൊടുക്കുമൊന്നും അല്ലാതെ. പിന്നെ നല്ല സപ്ലിമെൻ്റൊക്കെ വാങ്ങിക്കണമെങ്കിൽ പൈസ കുറേ ഇറക്കേണ്ടി വരും. ഇപ്പം ഞാൻ ഇതിനായിട്ട് ഇറക്കിയിട്ടുണ്ട് ഇന്ന് ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം മാറ്റം. നല്ല പ്രോട്ടീനിന് വേണ്ടി ഇറക്കിയപ്പോൾ ആ മാറ്റം വന്നു കണ്ടോ. അയ്യോ, എന്തുകൊണ്ട് അവസാനം ഒരു ഗംഭീര ഫിസിക്കുമായിട്ടാണ് വരുന്നത്. സിക്സ് പാക്ക് കാണിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയും വിസിബിൾ ആക്കി കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബോഡി വെയ്റ്റ് സിക്സ് പാക്ക് കാണണമെന്നുണ്ടെങ്കിൽ 50 വെയിറ്റ് ആക്കണം. 50-55 ഈ വെയിറ്റിലേ എൻ്റെ സിക്സ് പാക്ക് കാണത്തുള്ളൂ. അത് കാണണമെങ്കിൽ ഞാൻ ഹൈ കാലറി ഇനിയും കുറയ്ക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറക്റ്റായിട്ട് കാലറി മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ലെങ്കിൽ ഈ മസിൽ മാസ് അങ്ങ് ലോസ് ആവും. അതായത് മസിലിൽ നിന്ന് പിന്നെ ഊർജ്ജം എടുക്കും ദേഹത്തെ തീർന്നു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കറക്റ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നവർ മാത്രം കംപ്ലീറ്റ് ആയിട്ട് ഫാറ്റിനെ റിമൂവ് ചെയ്ത് ആ രീതി കൊണ്ടുപോകുക. അല്ലാത്തവർക്ക് എപ്പോഴും ഇച്ചിരി ബൾക്ക് ചെയ്ത് നിർത്തുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ അതുകൊണ്ടാണ് ഒത്തിരി അങ്ങ് വിസിബിൾ ആക്കാത്തത്. കാരണം വെച്ചാൽ 2 രീതിയിലാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. ഹോം വർക്കൗട്ടും പിന്നെ ജിമ്മിൽ പോയുള്ള വർക്കൗട്ട്. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ ഇച്ചിരി കാലറി വേണം കുറച്ച്. അല്ലെ തല കറങ്ങി താഴെ കിടക്കും, അല്ലെ മസിലും ലോസ് ആയിട്ട് കിടക്കും. അപ്പോൾ ഫാറ്റ് നല്ലതാണ് അത്, പക്ഷേ ഹെൽത്തി ഫാറ്റ് ആയിരിക്കണം. നല്ല മറ്റേ പൊറോട്ടയും മയോണൈസും ഒക്കെ. മയോണൈസ് എന്ന് പറഞ്ഞാൽ ഒരു 4 പ്ലേറ്റ് ചോറ് തിന്നതിൻ്റെ പവറാണ് ആ ഒരു സാധനം കഴിക്കുന്നതിൽ കഴിക്കുന്നതിൽ കിട്ടുന്നത്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഹെൽത്തി അല്ല, ചോറിനേക്കാളും അൺഹെൽത്തിയാണ്. പ്രശ്നം എന്ന് വെച്ചാൽ ഓയിലൊക്കെ നല്ല രീതിയിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ച് ഉണ്ടാക്കിയ ഫാറ്റാണെങ്കിൽ നിങ്ങൾ കുറയ്ക്കാൻ മാസങ്ങളെടുക്കും. പിന്നെ 1 മാസം കൊണ്ടൊക്കെ ഇപ്പം ഞാനിങ്ങനെ കുറച്ചെന്ന് വെച്ചാൽ എൻ്റെ ഹെൽത്തി ഫാറ്റാണ് കൂടുതലും. അതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റായിട്ട് കുറഞ്ഞത്.
നിങ്ങളിനി ജങ്ക് ഫുഡൊക്കെ കഴിച്ച് ഉണ്ടാക്കി കൊഴുപ്പാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇത്രയും ഫാസ്റ്റായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഒന്നും ചെയ്യല്ലേ, പണി കിട്ടും. പതുക്കെ നല്ല ഫുഡിലേക്ക് ക്വാളിറ്റി കൂട്ടിയ ഫുഡിനൊക്കെ മാറ്റണം. പതുക്കേ പറ്റത്തുള്ളൂ. നിങ്ങളിപ്പോൾ ജങ്ക് ഫുഡൊക്കെ കഴിച്ച് വെളിയിലൊക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് ഇതിനോടൊന്നും ഡയറ്റൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറ്റ് ചെയ്ത് ഇങ്ങനെ ഫിസിക് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. ഡയറ്റ് ക്രിയാറ്റിൻ്റെ വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്രോട്ടീൻ്റെ സത്യം പറഞ്ഞാൽ സ്റ്റോക്കില്ല. അത് ഭയങ്കര ഡിമാൻഡുള്ള പ്രോട്ടീനാണ്. അത് അത്രയും വില കൂടുതലായിക്കൊണ്ട് ഒത്തിരി ബൾക്കായിട്ടങ്ങ് ഇവർ പ്രൊഡക്ഷൻ ചെയ്യുന്നില്ല. അപ്പം മലയാളീസൊന്നും പൊതുവെ അങ്ങനെ യൂസ് ചെയ്യാറില്ല അത്രയും വിലയുടെ ഒന്നും. അപ്പം ഞാൻ മെയിനായിട്ട് റിവ്യൂ ചെയ്യാനും പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല പ്രോട്ടീൻ. ലിങ്ക് പ്രോട്ടീൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കാം. ക്രിയേറ്റിൻ്റെ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ഇന്ന മസിലിനെ ടാർഗറ്റ് ചെയ്യുന്ന ഓരോ മസിൽ ഗ്രൂപ്പ് കാണിച്ചിട്ട് ഇത് ഇന്നത് ചെയ്താൽ ഇന്നത് വരുമെന്നുള്ള രീതിയിൽ അങ്ങ് ഇഷ്ടം പോലെ പോപ്പുലറായിട്ടുള്ള ആൾക്കാർ നാച്ചുറൽ അല്ലാത്തവരും എല്ലാം കാണിച്ചു തരുന്നുണ്ട്. വീട്ടിൽ കഴിക്കുന്ന ഫുഡ് വഴി നിങ്ങൾ നോർമലായിട്ട് നിങ്ങളെ കൊണ്ടാകുന്ന മാക്സിമം ബോഡി ബിൽഡ് ചെയ്തെടുക്കുക. അതാണ് മെയിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത്. ഞാൻ ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഞാൻ ബിൽഡ് ചെയ്തെടുത്ത ബോഡി. 75 കിലോയിൽ നിന്ന് 59, 60 ടാർഗറ്റ് ചെയ്ത് കിലോ കുറഞ്ഞു പോയി. ഇതോളം അടിപൊളിയായിട്ടുണ്ട്. ഇനിയും കുറയുമ്പോഴാണ് കട്ടിങ്സ് കാണുന്നത്. പക്ഷേ ഞാനത് കാണിക്കുന്നില്ല. അത് ഇത്രയും ഞാൻ കുറയ്ക്കുന്നില്ല. ഒത്തിരി ലോ ആക്കി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ക്രിയാറ്റിൻ ഞാൻ അടിക്കുന്നത് ഞാൻ വല്ലപ്പോഴും വർഷത്തിലൊരിക്കലേ ഉള്ളൂ. അപ്പോൾ അത് കണ്ട് ഞാൻ ട്രൈസൊക്കെ കണ്ട് ഷേപ്പായി, മസിൽ മാസ് നല്ല വിസിബിളായി, നല്ല നേരത്തേക്കാളും ഫാറ്റെല്ലാം പോയി. അതുകൊണ്ട് ഇപ്പോൾ ബാക്കിൻ്റെ കണ്ടോ ആ ഷേപ്പ് കണ്ടോ? ഇതെല്ലാം നിങ്ങൾക്ക് തോന്നും ഇതെങ്ങനെ വന്നു ബാക്ക് ഇത്ര ഷേപ്പായിട്ട്. ഇത് എൻ്റെ ഓൾറെഡി ഉള്ള ഷേപ്പാണ്. ഇത് ഫാറ്റ് പോയപ്പോൾ കാണാൻ പറ്റുന്നതാണ്. നാച്ചുറലായിട്ട് എനിക്ക് ഓൾറെഡി ഒരു നല്ല ബാക്കുണ്ട്. ഷേപ്പ് ചെയ്ത് വിസിബിളാക്കി എടുത്താൽ മാത്രം മതി. ഇത് കംപ്ലീറ്റ് വിസിബിളായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അതിനെയും കുറയണം. ഒരു 55-50 ആകുമ്പോൾ എൻ്റെ കംപ്ലീറ്റ് വിസിബിൾ ബോഡി ആയിരിക്കും. സിക്സ് പാക്കൊക്കെ കാണാൻ പറ്റും. ഓരോ ആൾക്കും ഓരോ പല ടൈപ്പ് ബോഡി ടൈപ്പാണ്. എൻ്റെ എന്ന് പറഞ്ഞാൽ കട്ടിങ്സ് എന്ന് പറഞ്ഞാൽ അകത്തോട്ട് ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ നല്ല രീതിയിൽ ഫാറ്റ് ലോസ് ആയാലേ കാണാൻ പറ്റത്തുള്ളൂ കംപ്ലീറ്റ്. ചിലവർക്ക് ഇങ്ങനെ വെളിയിലോട്ടിങ്ങനെ നിൽക്കുന്ന കട്ടിങ്സ് ആയിരിക്കും. പലർക്കും പല രീതിയാണ്. അൺനാച്ചുറലായിട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മസിൽ ഗ്രൂപ്പും ഒറ്റയടിക്ക് വിസിബിളായി വരും. പിന്നെ അതൊരു കോമ്പറ്റീഷൻ വേണ്ടിയാണ്. കോമ്പറ്റീഷൻ ഇപ്പോൾ എല്ലാം നാച്ചുറൽ അല്ലാത്ത രീതിയിലേ പറ്റത്തുള്ളൂ. ഫസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ തന്നെ, അല്ല ചുമ്മാ പോയി ചെയ്യാവുന്നേ ഉള്ളൂ. കോമ്പറ്റീഷൻ ചെയ്യുകയാണെങ്കിൽ തന്നെ ഭയങ്കര പെയിൻഫുള്ളാണ്. നിങ്ങൾക്ക് പോസിങ് എന്ന് പറഞ്ഞാൽ വാട്ടർ കട്ട് ചെയ്തുകൊണ്ടുള്ള ഹെവി നല്ല രീതിയിലുള്ള പോസിങ് ആണ്. നല്ല മസിൽ ഉണ്ടായാൽ പോരാ, അത് പോസിങ് ചെയ്ത് കാണിക്കുന്ന രീതി തന്നെ നല്ലതാണെങ്കിലേ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ഭയങ്കര ഓരോ റിസ്ക്കാണ് കൂടുതലും. നമ്മൾ ഹെയർ മൊത്തം റിമൂവ് ചെയ്യുക, എന്നിട്ട് ഇത് ടാൻ അടിക്കുക. ടാൻ അടിച്ചു കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ നീറ്റലിൻ്റെ അലർജിയോ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് നല്ലപോലെ രോമം പഠിക്കുമ്പോൾ അലർജി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പഠിക്കാത്തത്. അതുകൊണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ മസിൽ മാസ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കംപ്ലീറ്റ് ഒരു മസിൽ മാസാണ്. ക്രിയാറ്റിൻ കയറിയപ്പോൾ ആ ഒരു മസിൽ ഔട്ട്പുട്ട് കിട്ടി. 26ാമത്തെ ദിവസം തൊട്ടാണ് ക്രിയാറ്റിൻ്റെ ഒരു കംപ്ലീറ്റ് റിസൾട്ട് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് മിൻസൊക്കെ നല്ല സൈസായിട്ടുണ്ട്. ക്രിയാറ്റിൻ്റെ ഒക്കെ പവറാണിപ്പോൾ. ഇനി കുറേ കഴിയുമ്പോൾ ഇറങ്ങി കഴിയുമ്പോൾ യഥാർത്ഥ ഫിസിക് കാണാൻ പറ്റും. പൊതുവെ ബോഡി ബിൽഡർ ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ബോഡി ഷോ ചെയ്യുമ്പോൾ ഗേ ആയിട്ടുള്ളവന്മാർ വരും, അങ്ങനെ ശല്യമായിട്ട് വരും. അപ്പോൾ എനിക്കും വരാറുണ്ട്. ഞാനൊരു ഗേ അല്ല, പക്ഷേ ഇതുപോലെ ശല്യം വരാറുണ്ട്. എല്ലാ ജിമ്മന്മാർക്കും വരാറുള്ളതാണ്. ചിലവർ ആ കാരണം കൊണ്ട് ബോഡി ഷോ കാണിക്കാതെയൊക്കെ മടിക്കുന്നവരുണ്ട്. നിങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഷോ കാണിക്കുക. എല്ലാവർക്കും തോന്നും ഇപ്പോൾ കോമ്പറ്റീഷന് പോയാലേ ഷോ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഒന്നും വേണ്ട. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയ വെച്ചാൽ കാച്ചിക്കോണം. ഞാനങ്ങ് ലിമിറ്റില്ലാതെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരാളെ വെറുപ്പിക്കുന്ന രീതിയിൽ ആ രീതിയിൽ പോസ്റ്റ് ചെയ്യണം. ആ പോസ്റ്റ് ചെയ്യുന്ന രീതിയാകുമ്പോൾ നമുക്ക് ഇന്ത്യക്ക് വെളിയിൽ നല്ല രീതിയാണ്. ഡെൽറ്റോ ഒക്കെ തന്നെ സെറ്റായിട്ടുണ്ട്, പക്ക ഷേപ്പായിട്ടുണ്ട്. അയ്യോ. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി എത്ര പോസ്റ്റ് ചെയ്താലും
അത് കണ്ട് വെറുപ്പ് തോന്നാത്തൊരു ഫാൻസിനെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഞാനത് നേടിയെടുത്തിട്ടുണ്ട് ഓരോ രാജ്യങ്ങളിൽ നിന്ന്. അപ്പോൾ വേറെ കാര്യങ്ങളൊക്കെ എനിക്ക് പറയണമെന്നുണ്ട് ബോഡി വഴി. ഇനിയും അച്ചീവ് ചെയ്തെടുത്ത പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും ബോഡി വഴി. പക്ഷേ കണ്ടൻറ്റ് വേറെ ആയിപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഉറക്കവും കാര്യങ്ങളുമൊക്കെ ശരിയായി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു എനർജി ഫുള്ള് കിട്ടും. പിന്നെ ആണെങ്കിൽ അഴുക്ക് ഓയിലും കാര്യങ്ങളും എല്ലാം ബോഡിയിൽ നിന്ന് പോകുമ്പോൾ നല്ലൊരു വെളുപ്പും കാര്യങ്ങളൊക്കെ ആവും. എൻ്റെ ഇപ്പോൾ പഴയതിനേക്കാളും വെളുത്തിട്ടുണ്ട് ഞാൻ. വേ പ്രോട്ടീനാണ് 9 അമിനോ ആസിഡ് അടുപ്പിച്ച് ചെല്ലുന്നതാണ്. ഒരു ദിവസം ഒരു മനുഷ്യന് വേണ്ട കാര്യങ്ങളെല്ലാം അത് കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ഞാൻ ഫുഡ് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് ഒരു ഫിസിക്ക് ബിൽഡാവും. അതുകൊണ്ട് ഇതിപ്പോൾ സപ്ലിമെൻറ്റ് യൂസ് ചെയ്ത് എന്നെ കൊണ്ടാകുന്ന രീതി പുഷ് ചെയ്തെടുത്തു. അതുകൊണ്ട് ബാക്കൊക്കെ അടിപൊളി ഷേപ്പായിട്ടുണ്ട്, വിസിബിളായി ഏകദേശം. ഇനിയും ഓവറായിട്ട് ഞാൻ വിസിബിൾ ആക്കാത്തതെന്ന് വെച്ചാൽ ക്രിയാറ്റിൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല ക്രിയാറ്റിൻ. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എനിക്ക് വണ്ണം കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ 2 വർക്കൗട്ടും കൂടെ ചെയ്യാനുള്ളതാണെങ്കിൽ ഇതാണ്. ഞാനിപ്പോൾ വെളുത്തിട്ടുണ്ട് പഴയതിനേക്കാളും. പിന്നെ താടിയൊക്കെ നല്ല രീതിയിൽ വളരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മാറ്റമാണ് ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നത്. ക്രിയാറ്റിനൊക്കെ യൂസ് ചെയ്തപ്പോൾ നമ്മൾ ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ ടെസ്റ്റോസ്റ്റെറോൺ നല്ല രീതിയിൽ ബൂസ്റ്റ് ആവും. അപ്പോൾ കണ്ടോ താടിയൊക്കെ പഴയതിനേക്കാളും തിക്കായിട്ടുണ്ട്. ഫാസ്റ്റാണ്, 1 മാസം കൊണ്ട് ഇത്രയും വന്നത്. പണ്ടൊന്നും ഇത്രയും വന്നിട്ടില്ലായിരുന്നു. ഉറക്കം എല്ലാം ശരിയാകുമ്പോൾ അങ്ങനെ വരുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ് ഗൈസ്. നാച്ചുറലായിട്ട് ബിൽഡ് ചെയ്ത് മാക്സിമം കഴിഞ്ഞവർക്ക്, ഇനിയും തുടക്കക്കാരായിട്ടുള്ളവർക്ക് പുതിയതായിട്ടൊരു സപ്ലിമെൻറ്റ് എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എടുക്കേണ്ട ഏത് സപ്ലിമെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അത് താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ വില കൂടിയ ഇതുപോലത്തെ സപ്ലിമെൻ്റ് ആണോ കാണേണ്ടത് എല്ലാം കമൻറ്റ് ചെയ്യണം.